ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള തൈര് സാദത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂട് സമയത്ത് നമ്മുടെ വയറും ശരീരവും ഒക്കെ തണുപ്പിക്കാനും അതുപോലെ തന്നെ വിറകും ഗ്യാസും ഒന്നും കത്തിക്കാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തൈര് സാദം. അപ്പൊ നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഈ തൈര് സാദം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ള അവലാണ് എടുത്തേക്കുന്നത്. ഇത്രയും അവൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മുടെ അവല് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുവാണ്. ഇത് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാനുണ്ട്. ആദ്യം വേണ്ടത് ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു സവോളയാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഗ്യാസിന് ബുദ്ധിമുട്ട്, ഗ്യാസ് കിട്ടാനില്ല, വിറക് കിട്ടാനില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലേ നാട്ടിലെ. അപ്പൊ ഈ സമയത്ത് നമുക്ക് അടുപ്പ് കത്തിക്കാതെ, വിറക് കത്തിക്കാതെ, ഗ്യാസിന്റെ ഒന്നും ഉപയോഗം ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തൈര് സാദമാണ്. ഇതുപോലൊരു തൈര് സാദം ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓട്സ് കൊണ്ടുണ്ടാക്കിയ തൈര് സാദമാണ്. അപ്പൊ നിങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈര് സാദമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നാട്ടില് നല്ല ചൂടല്ലേ, ആ ചൂട് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്ക് സ്കൂളിലെ ടിഫിൻ ബോക്സിനും ഒക്കെ നമുക്ക് കൊടുത്തയക്കാം. അപ്പൊ എല്ലാവരും ഇതെന്താണേലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടുത്തത് വേണ്ടത് ഒരു മുറി ക്യാരറ്റ് ആണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുവോ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുവോ എന്തെങ്കിലും ചെയ്താൽ മതി. അവസാനമായപ്പോൾ ഞാനതൊരു ഫോർക്കിൽ കുത്തി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുവാണ്. അപ്പൊ പിന്നെ നമ്മുടെ കൈ മുറിയാതെ അത് നന്നായിട്ട് മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാരറ്റും എല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണേ, അതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. വളരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നിങ്ങൾക്കൊരു ചോപ്പറിലിട്ട് കട്ട് ചെയ്യോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ ഒരു ചോപ്പ് ചെയ്യോ എന്ത് ചെയ്താലും മതി. പക്ഷെ തീരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അതിനെ ഒന്ന് മുറിച്ചെടുക്കണേ. നമ്മുടെ ഇഞ്ചിയെല്ലാം ഇവിടെ കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ട 2 പച്ചമുളകാണ്. അതും ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. പച്ചമുളകും ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അവലെല്ലാം ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് വെള്ളം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന അവല് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് അതിന്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് ഗാർണിഷ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തേക്കുന്ന ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുത്തു. അതുപോലെ കുറച്ച് കറിവേപ്പില നമ്മുടെ കൈ കൊണ്ട് ഒന്ന് നുള്ളിപ്പിച്ചി ഇട്ട് കൊടുക്കുവാണേ. അപ്പൊ നല്ലൊരു മണം വരും അതിങ്ങനെ പിച്ചി കീറിയിട്ട് കഴിയുമ്പോൾ. തൈര് സാദം തയ്യാറാക്കാനായിട്ട് ഞാനൊരു 450 ഗ്രാം യോഗട്ട് അല്ലെങ്കിൽ തൈരാണ് എടുത്തേക്കുന്നത്, കട്ട തൈര്. അതിലേക്ക് ഒരു ചെറിയ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് തൈര് സാദത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. നമ്മൾ അവലില് ഉപ്പ് ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. തൈര് നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടിലേക്ക് ഞാൻ ഈ തൈര് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി ഒഴിക്കാം. ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവലിന്റെ മാത്രമല്ല ഓട്സിന്റെ തൈര് സാദവും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് ഞാനിത് ടിഫിനിൽ കൊടുത്തു വിടാറുമുണ്ട് കേട്ടോ.
ഇത് ഇരുന്നിട്ട് ഒന്നുകൂടെ കുറുകും. അതുകൊണ്ട് ഞാൻ ബാക്കി തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ നേരത്തെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ, അപ്പൊ ഈ സമയത്താണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും കൂടെ അതിന് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച കുറച്ച് സവോള അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അനാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അനാർ അല്ലെങ്കിൽ മാതളം, പോമഗ്രനേറ്റ് എന്നൊക്കെ പറയുന്ന സാധനം, അതിന്റെ കുറച്ച് അല്ലിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസാന്ന് നോക്കിക്കേ. കൂട്ടത്തില് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാണാൻ തന്നെ എന്ത് രസാന്ന് നോക്കിക്കേ, അടിപൊളിയല്ലേ? അതുപോലെ തന്നെ നല്ല സ്വാദുമാണിത്. അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് സമയത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ കുറച്ച് പിക്കിളും കൂടെ കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ല. പിക്കിൾ ഇല്ലേലും കുഴപ്പമില്ല, ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്